പെസഹായെക്കുറിച്ച് ലഭിച്ച ഒരു ഉള്ളിന്റെ ചിന്ത പറയാമെന്ന് തോന്നി. മത്തായിയുടെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ അവർ ജെറൂസലേമിനെ സമീപിച്ചപ്പോൾ ആദ്യം അവർ ബത്ഫഹായിലെത്തി. അപ്പോൾ അവിടെ വെച്ച് ഈശോ ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് എതിരെ ഉള്ള ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയും. മത്തായിയുടെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിലെ പുറമേ ഒരു ബൈബിളിന്റെ എറ്റിമോളജിക്കൽ വ്യാഖ്യാനത്തിനപ്പുറം പെസഹായുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ഒരു ഉൾക്കാഴ്ച ദൈവം എനിക്ക് തന്നു. ജെറൂസലേമിനെ, മഹത്വത്തെ, വിജയത്തെ, ഗ്ലോറി കൺമുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് ഈശോ ശിഷ്യന്മാർക്ക് ഉറപ്പ് നൽകി, ഈ സഹനത്തിനും എൻ്റെ കൂടെയുള്ള വരവിനും എല്ലാം സമ്മാനമുണ്ട്. ആ ജെറൂസലേം കയ്യെത്തും ദൂരത്ത്, കണ്ണെത്തും ദൂരത്ത്. നിങ്ങൾക്ക് ഉറപ്പാണ് ഒരു പ്രതിഫലവും ഒരു സമ്മാനവും. ബത്ഫഹ കയ്യെത്തും ദൂരത്ത്, ഒരു വെളിപ്പാട് അകലെ, ജെറൂസലേം വെളിപ്പാട് അകലെ എത്തിയപ്പം കർത്താവ് പറഞ്ഞു, ജെറൂസലേമിലേക്ക് പ്രവേശിക്കും മുമ്പ് ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിലേക്ക് പ്രവേശിക്കണം. POC ബൈബിളിന്റെ വാക്ക് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ചയാണിത്. എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, ജെറൂസലേമിന്റെ മഹത്വം കാണണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിലേക്ക് പ്രവേശിക്കണം. എന്താണ് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമം? അവിടെ ഒരു കഴുതയുണ്ട്, അവിടെ ഒരു കഴുതക്കുട്ടിയുണ്ട്, അവരുടെ പുറത്ത് അവൻ കയറിയിരുന്നു എന്നാണല്ലോ ബൈബിൾ. സ്നേഹിത, നിങ്ങൾക്കെതിരെയുള്ള ചില ഗ്രാമങ്ങളുണ്ട്, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില ഹൃദയങ്ങളുണ്ട്, നിങ്ങൾക്കെതിരെ വാതിൽ കൊട്ടിയടച്ച ചില പ്രസ്ഥാനങ്ങളുണ്ട്, മനുഷ്യ മനസ്സുകളുണ്ട്. ജെറൂസലേമിന്റെ മഹത്വം കാണണമെങ്കിൽ, ഈസ്റ്ററിന്റെ ഗ്ലോറി കാണണമെങ്കിൽ ആദ്യം നിനക്ക് എതിരെയുള്ള ഈ മനുഷ്യ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ പഠിച്ചേ പറ്റൂ. അപ്പോൾ നീ ഒരു പൊട്ടക്കഴുതയായേ പറ്റൂ. ഈ റഫ് ഹൃദയത്തിലേക്ക്, ഈ പരുക്കൻ ഹൃദയത്തിലേക്ക് കയറുമ്പം നിന്റെ ജാടകളെല്ലാം അഴിഞ്ഞു പോകും. നീ ഒരു പൊട്ടക്കഴുതയാകും. അവിടെ ചെല്ലുമ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞാൽ, ഈ എതിർക്കുന്നവർ, തകർത്തവർ എന്തെങ്കിലും പറഞ്ഞാൽ, നീ മനസ്സുകൊണ്ട് പറയണം, ഇവനെ കൊണ്ട്, ഇവളെ കൊണ്ട് എൻ്റെ കർത്താവിന് ആവശ്യമുണ്ട്. അങ്ങനെ മെല്ലെ ആ വ്യക്തിയും ഒരു കുട്ടിക്കഴുതയായി മാറും. നീ കഴുതയായത് മൂലം ആ വ്യക്തിയും ഒരു കഴുതയാകും. അല്ലാതെ വല്ലോ ദേവദാരുവിലും കരുവേലകത്തിലും കെട്ടിയിരിക്കുന്ന കഴുതയെ കർത്താവിന് എന്നാ കാര്യമാണ്? നിനക്കെതിരെയുള്ള ഹൃദയത്തെ കീഴടക്കാൻ നീ ഒരു പൊട്ടക്കഴുതയാണ്. മെല്ലെ മെല്ലെ എതിര് നിന്നയാളും ഒരു കുട്ടിക്കഴുതയാണ്. അവരുടെ പുറത്ത് കർത്താവ് കയറിയിരിക്കും. കഴുതയാകുന്നത് നഷ്ടമല്ല.